ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരി ബിഗിനേഴ്സിനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക നീഡിൽ നമ്പർ 14 അതുപോലെ നീഡിൽ നമ്പർ 23 ആയിരിക്കും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ 14 എന്ന് പറയുന്ന നമ്പറിലെ നീഡിൽ നമ്മൾ ത്രെഡ്സൊക്കെ വർക്ക് ചെയ്യാനും ബീഡ്സ് കുറച്ച് വലിയ ബീഡ്സൊക്കെയാണ് വർക്ക് ചെയ്യാനായിട്ട് 23 നമ്പർ നീഡിൽ മതിയാകും. പക്ഷേ നിങ്ങൾ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് നീഡിലാണ് അയൺ നീഡിൽ എന്ന് പറയുന്നത്. അപ്പം പണ്ടൊക്കെ ഇത് നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ നീഡിൽസും കൂടെ നമ്മൾ കയ്യിൽ വെച്ചേക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇത് കൂടെ വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാ ത്രെഡ്സ് വെച്ചിട്ടും നിങ്ങൾ ഈ ഒരു അയൺ നീഡിൽ വെച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. സൽക്കദോസി സ്റ്റിച്ച് അങ്ങനെ എല്ലാ സ്റ്റിച്ചസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടൂലിപ്പിൻ്റെ 14 നീഡിൽ നമ്മളിപ്പോൾ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതുപോലെയാണ് നമ്മൾ നേരത്തെയൊക്കെ ബീഡ്സൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന നീഡിൽ. പക്ഷേ ഈ ഒരു നീഡിൽ എപ്പോഴും ഇങ്ങനെ ഒടിഞ്ഞ് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതുപോലത്തെ അയൺ നീഡിൽസ്. അപ്പം ഇതുപോലത്തെ അയൺ നീഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്കത് പെട്ടെന്നൊന്നും ഒടിഞ്ഞൊന്നും പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ആരി വർക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ അറിയാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.